ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു മുഹമ്മദ് ജസ്റ്റ് 98. സോ ഇറ്റ്സ് എ ലിറ്റിൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഓഡിയൻസ്, മൈ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കൂട്ടുകാർ. ചെറിയൊരു സംസാരിക്കാം. കുറച്ച് നേരത്തേക്ക് നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. സോ നമ്മളെല്ലാവരും കാത്തിരുന്ന നിമിഷം ജനിച്ചു. വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് 2026 സ്റ്റാർട്ടായി. ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അതിന് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാലത്തൊക്കെ ഈ വേൾഡ് കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അടിപൊളി സംഭവം. നമുക്ക് ഈ നാട്ടുകാരും ഈ പേപ്പറിൽ ന്യൂസസ് വരുന്നതായിരുന്നാലും ഇന്ന് ഫുട്ബോൾ ഇന്നത്തെ മനസ്സത് ഇന്നൊക്കെ കളിച്ചു, മെസ്സി ആ ഫുട്ബോൾ ഇങ്ങനെ ഗോളടിക്കുന്നു, നെയ്മർ കാത്തിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പേപ്പറിലൂടെ ഞാൻ പണ്ട് വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ ക്രിക്കറ്റ് ആയിരുന്നാലും എൻ്റെ ഒരു സ്കൂളിലെ ടൈം വരെ എനിക്ക് ദൂരദർശനം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, ടി വിയിൽ ഉള്ളത്. അപ്പം നമുക്കറിയാം നമ്മുടെ ഏജ് ടൈമിൽ എനിക്ക് ആ ഒരു കേബിളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഫുട്ബോളിൻ്റെ കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഡിസ്കസ് ചെയ്യും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനൊക്കെ അത് ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതും. പൊതുവെ ഞാൻ ക്രിക്കറ്റിൻ്റെ ഇതായിരുന്നു, ഈ ഫുട്ബോൾ പണ്ട് ഞാൻ കാണുന്നില്ലായിരുന്നു. പിന്നെ മെസ്സി അങ്ങനെ ഓക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടിരിക്കുന്നതല്ലാതെ എനിക്കങ്ങനെ ഒരു ഭയങ്കര അതിനെപ്പറ്റി ഒരു നോളജ് ഇല്ലാത്ത ഒരാളാണ്. ക്രിക്കറ്റായിരുന്നു ഞാൻ. കാരണം എൻ്റെ ഉമ്മച്ചുമാർ നാട്ടിൽ പോകുമ്പോഴും എൻ്റെ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയിരുന്നാലും എങ്ങനെയായിരുന്നാലും ഞാൻ ആ ഫുട്ബോൾ ക്രിക്കറ്റ് തന്നെയായിരുന്നു അന്ന് അവരോട് കൂടെ കളിക്കുക. അപ്പോൾ ഞാൻ ക്രിക്കറ്റിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. എൻ്റെ ഉമ്മച്ചിയും ഭയങ്കര ക്രിക്കറ്റ് ഫാനാണ്. ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് ഇങ്ങനെ എൻ്റെ ചെറുപ്പക്കാലത്തൊക്കെ ഉമ്മച്ചിയൊക്കെ ഈ വേൾഡ് കപ്പൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2011 വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയത്ത് ഉമ്മച്ചി എന്നും പോയി ക്രിക്കറ്റാണ്. ഇന്ത്യ സ്കോർ എന്തായി ഉമ്മച്ചി ഇങ്ങനെ പറയും, ഇവന്മാരിത് എന്ത് കളിക്കുന്നത്. എൻ്റെ ഉമ്മച്ചി അങ്ങനെ ഒരു ക്രിക്കറ്റ് ഫാനാണ്. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മച്ചിയെ അങ്ങനെ ഇപ്പോൾ ക്രിക്കറ്റിൽ ഭയങ്കര ഒരു എൻജോയ് ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഈ ഫുട്ബോൾ എന്നൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽ പെടുന്നതും ഞാൻ ഈ ഫുട്ബോൾ കാണാൻ പോകുന്നതൊക്കെ. പക്ഷേ ഓരോ വർഷത്തെ ഫുട്ബോൾ കാണുമ്പോഴും എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അർജൻറ്റീന ഫാനാണ്. എനിക്ക് ഭയങ്കര മെസ്സിയാണ് എൻ്റെ ഫേവറേറ്റ് അർജൻറ്റീന ടീമായിരുന്നാലും. ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മ 2022 വേൾഡ് കപ്പ് ഞാനും എൻ്റെ അനിയനും കൂടെ കാണാൻ പോയതും ലുലുവിൽ, അന്ന് ട്രിവാൻഡ്രത്ത് ലുലുവിൽ വെച്ചിട്ടായിരുന്നു. ആ ലുലുവിൻ്റെ ഒരു ടർഫ് പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അവർ പാർക്കിങ്ങിൻ്റെ അവിടെ പാർക്കിംഗ് ഏരിയ ആയിരുന്നു. അപ്പോൾ അവരന്ന് അവിടെയാണ് ഒരു സ്റ്റേഡിയം പോലെയൊക്കെ അവർ സെറ്റപ്പ് ചെയ്തു. ഈ കളിയൊക്കെ കാണാൻ നമുക്കൊരു സെറ്റപ്പൊക്കെ ചെയ്തു തന്നായിരുന്നു. അങ്ങനെ എനിക്കിപ്പോഴും അറിയാം, എൻ്റെ അനിയൻ്റെ കൂടെ ഞാനും അനിയനും കൂടെ അന്ന് എനിക്ക് ജോലിയുള്ള സമയം, ഞാൻ അന്ന് ജോലി ഫുള്ള് തീർത്ത് പട്ടേന്ന് ഞാനും അനിയനും കൂടെ പോയി. എന്തായാലും എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഇത്താരുടെ വീട്ടിലിരുന്ന് ഞാൻ അന്നാണ് ഇരുന്നത്. ഇത്തയുടെ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് അനിയനെയും കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഉമ്മച്ചിനെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മ ഞാൻ വരത്തില്ല, ഞാൻ നേരെ ഫുട്ബോൾ കാണാൻ പോവും. എന്തായാലും ഞാൻ കുറേ അന്നൊക്കെ എനിക്ക് യാദിലും ഇക്ബാല് അങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഈ ഫുട്ബോൾ കാണാൻ പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമുക്കൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് ആ ഫൈനല്, അന്ന് ആ ട്രിവാൻഡ്രം സ്റ്റേഡിയത്തുണ്ടായിരുന്ന ആ ട്രിവാൻഡ്രത്ത് ആ ലുലുവിൻ്റെ ഏരിയയിലുണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം ഹൗ മച്ച് വി ഓൾ ഫെൽറ്റ് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് ആൻഡ് വി ആൾ ആർ ഹാവിങ് എ ഗുഡ് ജോയ്സ് മൊമെന്റ് അറ്റ് ദാറ്റ് മൊമെന്റ് ഇൻ ദാറ്റ് സ്റ്റേഡിയം. കാരണം ആ ഫൈനലിൽ ലാസ്റ്റ് മിനിറ്റ് കഴിഞ്ഞിട്ടും അടുത്തതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ അനിയനും കുറേ മെസ്സി ഫാൻസും ഇവരൊക്കെ റോങ് ആയ ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കൊരു എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു നിമിഷത്തിൽ വന്നപ്പോൾ റൊണാൾഡോ ഫാൻസാണ്. ഞാൻ റൊണാൾഡോ ഫാൻസിനെ കുറ്റം പറയുന്നതല്ല, റൊണാൾഡോ ഫാൻസ് ചെക്കന്മാരായിരുന്നു അവർ. റൊണാൾഡോ അടിച്ച് പൊളിക്കടാ എന്ന് പറഞ്ഞിട്ട് അർജന്റീന അങ്ങനെ കട്ടൻ ഫിനിഷ് ചെയ്യും. എന്നിട്ട് അങ്ങനെ കൂക്കുളിയൊക്കെ തുടങ്ങി, ലാസ്റ്റ് ടൈമൊക്കെ കൂക്കുളിയൊക്കെ തുടങ്ങി. അപ്പോൾ എൻ്റെ അനിയനൊക്കെ ചാടിയിട്ട് അങ്ങനെ ഒരു അടിപൊളി മൊമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു 2022 വേൾഡ് കപ്പിലൊക്കെ. അപ്പോൾ ആ 4 വർഷം കഴിഞ്ഞതാ 2026 4 വർഷം സ്പീഡിൽ പോയി അടുത്ത വേൾഡ് കപ്പ് സ്റ്റാർട്ടായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ
മെസ്സി അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്നും അർജൻറ്റീന ടീമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ഒരു റൊണാൾഡോ പുള്ളിക്ക് വേൾഡ് കപ്പ് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ഇൻ കേസ് മെസ്സി അവരാരും ഫൈനലിൽ വന്നില്ലെങ്കിലും റൊണാൾഡോ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഓൾവേസ് ഐ സപ്പോർട്ട് ടു അർജൻറ്റീന തന്നെയാണ് എൻ്റെ മെയിൻ ഫസ്റ്റ് പ്രയോറിറ്റി. ഇൻ കേസ് ആയില്ലെങ്കിൽ നമുക്ക് റൊണാൾഡോ. സോ ഇത് വന്നിട്ട് വല്ലാത്തൊരു ഞാനിങ്ങനെ ഓരോ ടീംസിൻ്റെയും മാച്ചസ് ആയിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഈ സൗദിയിലെ ഒരു ചങ്ങായി വന്നിട്ട് ക്യൂസ് മെസ്സി ഇങ്ങനെയൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അങ്ങ് എല്ലാവരും താഴ്ത്തി കിട്ടിയിട്ട് ഒരു സൗദി അർജൻറ്റീന പോലെ ഒരു ടീമിനെ തോൽപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമുക്ക് ആ എന്തൊക്കെ കളിയാക്കലായിരുന്നു കിട്ടും. പിന്നെ ഒരു ടീമൊക്കെ മാറ്റി ഒരു ഫുൾ പ്ലേ മാറ്റി പിന്നെ ആ ഫൈനൽ വരെ അടിച്ച് അവർ കയറി വന്ന് കൊണ്ടത്. അയ്യോ എൻ്റെ അനിയനൊക്കെ വേൾഡ് കപ്പ് മെസ്സിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ കരഞ്ഞു. ഞങ്ങളൊക്കെ ശരിക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞങ്ങളൊക്കെ അത്രയും ഞങ്ങൾ ആഗ്രഹിച്ച മൊമെന്റ്. എൻ്റെ അനിയൻ എന്നെക്കാട്ടിലും ശരിക്കും എൻ്റെ അനിയൻ നല്ലോണം കരയെന്ന് പറയാം. അവൻ നല്ലോണം കരഞ്ഞ്. ഞങ്ങൾ കേട്ടപ്പോൾ അവർ ഡാൻസ്. അപ്പോൾ എൻ്റെ ഒരു സീനിയറും ഉണ്ടായിരുന്നു, വിജി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കോളേജിൻ്റെ വിജയരാജ് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ അൺഎക്സ്പെക്റ്റഡായി ഞങ്ങൾ മീറ്റ് ചെയ്തേട്ടോ ചോദിച്ചിട്ട്. അങ്ങനെ ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങളെല്ലാവരും ഓരോ നിമിഷവും ഗോള് പോകുന്നതും ഗോള് തടുക്കുന്നതും എൻ്റെ ഞങ്ങളെ ആ 2014 അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് മെസ്സിക്ക് ഇവിടെ കിട്ടാണ്ടൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. എനിക്കൊക്കെ ഭയങ്കര വിഷമം. അയ്യോ ഇതെന്താ കിട്ടാത്ത, ഫൈനലിൽ വർക്ക് എത്തിയിട്ടും കിട്ടുന്നില്ല. അതുപോലെ ഈ ഓരോ മാച്ചസ് ആയിരിക്കും നമ്മളെപ്പോലത്തെ ഓരോ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഞാൻ ഇത്ര വലിയ പ്രായ ആൾക്കാരെയും ചെറുപ്പം കൊണ്ടുവരുന്നത് ഇതുപോലെ ഓരോ മാച്ചസ് ആയിരുന്നാലും ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴും എല്ലാ പ്രായമുള്ള ആൾക്കാരും ചെറുപ്പമായി മാറും. ഞാനൊക്കെ ഇപ്പോഴും എൻ്റെ ആ ഒരു യങ്സ്റ്റർ ഏജിലോട്ട് തിരിച്ചു വരുന്നു. എൻ്റെ സ്കൂൾ ഏജിലോട്ടോ എൻ്റെ കോളേജ് ഏജിലോട്ടുള്ള ആ ഒരു ഭയങ്കര ഒരു മൊമെൻറ്റിലോട്ടാണ് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു അങ്ങനത്തെ ഒരു മൊമെൻ്റ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊക്കെ ഈ വേൾഡ് കപ്പ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരും. ഓരോ മാച്ചസ് ആയിരുന്നാലും നമ്മൾ ഓരോ ടൈം ഇങ്ങനെ നമ്മൾ ഈ എല്ലാ പ്ലേ ആയിരുന്നാലും ഇപ്പം മെസ്സിക്ക് ലാസ്റ്റ് ആ മെസ്സിയുടെ ഇയർ ആയിരുന്നു 2022 കഴിഞ്ഞതിന് ശേഷം, വേൾഡ് കപ്പ് കിട്ടിയതിന് ശേഷം ചാമ്പ്യൻസ് ആയിരുന്നാലും ഇങ്ങനെ കുറേ മെസ്സി അടിച്ചു വാരി. സോ അതിനുശേഷം വന്ന സെയിം ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് കുറേ മാച്ചസ്. മെസ്സിയുടെ ഒരു ഇയർ ആയിരുന്നു ആ ഫുള്ളും. അപ്പോൾ ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ഇതായിരുന്നു. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മളെ എത്ര പ്രായമുള്ള ആൾക്കാരായിരുന്നാലും നമ്മളൊരു യങ്സ്റ്റർ ഏജിലോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ കുറേ മാച്ചസും നമ്മുടെ നാട്ടിലായിരുന്നാലും നമ്മൾ എവിടെയാണ് നമ്മൾ വർക്ക് സ്പേസ്, എവിടെയാണ് നമ്മളെ ഒരു ടീമായിരുന്നാലും ഇപ്പം ഞാൻ അർജൻറ്റീന ആയിരിക്കും, എൻ്റെ ഫ്രണ്ട്സ് ചിലപ്പം ബ്രസീലായിരിക്കും. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുന്നതും പരസ്പരം കളിയാക്കുന്നതും തമാശ ആയിരുന്നാലും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതും ആ ഒരു ഗോൾ പോകുന്നതിന് മൊമെൻ്റ് ആയിരുന്നാലും അപ്പോൾ എല്ലാത്തിനെ പറ്റിയും. സോ അങ്ങനത്തെ ഒരു വൈൽഡായിട്ടുള്ളൊരു ഇത് തന്നെയാണ് അപ്പോൾ ഈ ഓരോ മാച്ചസും. സോ എന്നെ സംബന്ധിച്ചിട്ട് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് അർജൻറ്റീന ജയിക്കണം തന്നെയാണ്. ഞാൻ എന്നും അർജൻറ്റീന പ്ലാനാണ്. സോ ഒരു ചൈൽഡ്ഹുഡ് എന്താ പറയുക, ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെയാണ് നമ്മൾ ഓരോ വേൾഡ് കപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊരു ചൈൽഡാക്കി മാറ്റുക, നമ്മളൊരു യങ്സ്റ്ററാക്കി മാറ്റുക, ഒരു ടീനേജറായിട്ട് മാറ്റുന്നത് ഈ വേൾഡ് കപ്പ് ദിവസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എങ്ങനെയൊക്കെയായിരുന്നു നിങ്ങളുടെയൊക്കെ ആ ഒരു പണ്ടത്തേതും ഇപ്പോഴത്തെ ഫീലിങ്സ് ഒക്കെ? അപ്പം ഞാനൊക്കെ ഇപ്പോഴും മാച്ചസിൽ നിന്ന് ഇപ്പോഴത്തെ മെക്സിക്കോയുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ പറയുക. പക്ഷെ നമ്മൾ അർജൻറ്റീന വാമോസ് അർജൻറ്റീന തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ആരെയും ഷൂട്ട് ചെയ്തുകൊണ്ടെങ്കിൽ ഞാനൊക്കെ എത്രത്തോളം എക്സൈറ്റ് ആയി എന്നൊക്കെ ഞാൻ ഇപ്പം ഓടി നടത്താൻ കാണിച്ചാണ്. കാരണം ഞാനൊക്കെ ഫൈനലി അന്ന് വേൾഡ് കപ്പ് 2022 കിട്ടിയതിനു ശേഷം മെസ്സി വേൾഡ് കപ്പിൽ ഞാനൊക്കെ ഈ ഒരു മൊമെൻറ്റിലായിരുന്നു ഫുള്ളും കൈയൊക്കെ ഉയർത്തി വെച്ചിട്ട്. ഭയങ്കര അടിപൊളി മൊമെൻ്റ് ആയിരുന്നു അത്. സോ നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്തായാലും എല്ലാ അർജൻറ്റീന ഫാൻസിനും വാമോസ്. അതുപോലെ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദ റൊണാൾഡോ ഫാൻസ്, CR7 ആൻഡ് എവറിത്തിങ് ലൈക്ക് ദാറ്റ്, ദ പേഴ്സൺ ഹു ഓൾ സപ്പോർട്ട് പോർച്ചുഗൽ. ഞാൻ ബാക്കിയുള്ള ടീമുകാരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല, ബട്ട് എനിക്ക് പ്രാവശ്യം കിട്ടി ഇൻ കേസ് നമുക്ക് അർജൻറ്റീന വന്നില്ലെങ്കിലും CR7 ഈ പ്രാവശ്യം അത് കപ്പ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ
സോ നിങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അതിനകത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. സോ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ലോങ് ആക്കുന്നില്ല, കാരണം ഞാൻ സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് സംസാരിക്കുന്ന ഒരാളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ വാമോസ് അർജൻറ്റീന. സോ ലെറ്റ്സ് ഹോപ്പ് നിങ്ങളുടെ പ്രഡിക്ഷൻ ആരായിരിക്കും ഈ വേൾഡ് കപ്പ് കൊണ്ടുപോകുന്നുള്ളതും കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ എന്നെ സംബന്ധിച്ച് പ്രഡിക്ഷനൊന്നും അല്ലെങ്കിലും അർജൻറ്റീന അടിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് തന്നെ പറയാം. കാരണം ഞാനൊക്കെ എൻ്റെയൊക്കെ വേൾഡ് കപ്പ് സംസാരിക്കണമെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റ് ആയിരുന്നു. കാരണം ഈ 2011 വേൾഡ് കപ്പിലൊക്കെ MS ധോണി ലാസ്റ്റ് 6 അടിച്ചൊരു മൊമെൻ്റൊക്കെ, അയ്യോ എൻ്റെ ഉമ്മച്ചിയൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. എൻ്റെ ഉമ്മച്ചി എന്ന് പറയുന്നത് ഭയങ്കര ക്രിക്കറ്റ് ഫാൻ കേട്ടോ. ഫുട്ബോളൊക്കെ ഉമ്മച്ചി കാണും, ബട്ട് ഓക്കെ ഉമ്മച്ചി ചോദിച്ചാൽ ഉമ്മച്ചി പറയാം എനിക്കിങ്ങനെയല്ല, എല്ലാവരും കളിക്കണം എന്ന് പറയും. പക്ഷെ ഉമ്മച്ചി IPL-ആയിരുന്നു അല്ലെങ്കിൽ എല്ലാം കണ്ടോണ്ടിരുന്ന അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഒരു സ്പോർട്സ്മാൻ ഫാമിലിയൊക്കെയാണ് നമ്മുടെ ഫാമിലിയെങ്കിലും ഞാനും ഇത്രയും എല്ലാവരും അനിയൻ ഭയങ്കര ഫുട്ബോൾ പ്രേമി, എന്നെക്കാട്ടിലും ഡബിൾ അവൻ ഫുട്ബോളാണ്. ക്രിക്കറ്റ് ഓക്കെയാണ്, ബട്ട് ഈ ലവ് ഫുട്ബോൾ മോർ ദാൻ ക്രിക്കറ്റ്. അവൻ അതിനുവേണ്ടി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഫോർച്ചുനേറ്റ് അവൻ ആ ഒരു നമ്മളൊക്കെ അറിയാമല്ലോ, അതിനകത്ത് അങ്ങനെ പോയില്ലെങ്കിലും ഈ ലവ് ഫുട്ബോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് പറയുക. എന്തായാലും നമുക്ക് എല്ലാ അർജന്റീന ഫാൻസിനും എനിക്ക് ഓക്കെ. സോ ലവ് യു. സോ ഞാൻ ഓരോ മാച്ചസും നമുക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. എല്ലാവർക്കും നല്ലത് മാത്രം പറ്റട്ടെ. ദിസ് ഈസ് ജെസി സൈനിങ് ഓഫ്.